നമസ്കാരം. ക്ഷമിക്കണം, ഉക്രൈന്റെ കാര്യത്തിൽ ഇനി ഞങ്ങൾക്ക് അധികമൊന്നും ഉറപ്പ് നൽകാനാകില്ല. വേണമെങ്കിൽ അവരെ യൂറോപ്പ് ഏറ്റെടുക്കട്ടെ. ട്രംപിന്റെ വാക്കുകളാണിത്. അതെ, ഉക്രൈനെ മെല്ലെ മെല്ലെ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നീക്കത്തിലാണ് നമ്മുടെ അമേരിക്ക. അതിന്റെ ഭാഗമായി ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയ പ്രതികരണമാണിത്. സംഭവം വിശദീകരിക്കാം. ട്രംപ് തന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഉക്രൈനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞുകൊണ്ടുള്ള പ്രതികരണം നടത്തിയത്. ഒപ്പം തന്നെ യൂറോപ്പിനെ ഒന്ന് പിടിച്ചു താങ്ങാനും മറന്നില്ല. അതായത് ഉക്രൈന്റെ അയൽക്കാരനായ യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് അവർക്ക് മേൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് എന്നാണ് ട്രംപിന്റെ പക്ഷം. നിങ്ങൾക്കറിയാവുന്നതുപോലെ അപൂർവ ഭൂമിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഉക്രൈനുമായി ശരിക്കും പങ്കാളിത്തത്തിലായിരിക്കും. ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്. അവർക്ക് മികച്ച അപൂർവ ഭൂമിയുമുണ്ട്, ട്രംപ് കൂട്ടിച്ചേർത്തു. തന്റെ ആഭ്യന്തര സെക്രട്ടറി ഡഗ് ബർഗമും ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും അതിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. നമ്മൾ ഉണ്ടാക്കുന്ന കരാർ നമുക്ക് നേട്ടം നൽകുന്നു, അത് നമുക്ക് വലിയ സമ്പത്ത് നൽകുന്നു. നമ്മൾ ചിലവഴിച്ച പണം നമുക്ക് തിരികെ ലഭിക്കും. ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ട്രംപ് പറയുന്നു. അതേസമയം യുദ്ധത്തിൽ തകർന്ന ഉക്രൈന്റെ പ്രകൃതി വിഭവങ്ങളും പുനർനിർമ്മാണവും സംബന്ധിച്ച് കരാറിൽ ഒപ്പുവെക്കാൻ സെലൻസ്കി വെള്ളിയാഴ്ച വൈറ്റ് ഹൗസ് സന്ദർശിക്കുമെന്നും ട്രംപ് ഒരിക്കൽ കൂടി സ്ഥിരീകരിച്ചു. റഷ്യ ഉക്രൈനുമായി ഞങ്ങൾ വളരെ നന്നായി പ്രവർത്തിക്കുന്നു. പ്രസിഡന്റ് സെലൻസ്കി വെള്ളിയാഴ്ച വരും. ഇപ്പോൾ അത് സ്ഥിരീകരിച്ചു. ഞങ്ങളൊരു കരാറിൽ ഒപ്പുവെക്കും. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനും വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കിനും നന്ദി പറഞ്ഞുകൊണ്ട് ട്രംപ് പറഞ്ഞതായി CNN ഉദ്ധരിച്ചു. റഷ്യയുടെ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനുള്ള വിശാലമായ ചർച്ചകളുടെ ഭാഗമായി ഉക്രൈനിന്റെ അപൂർവ ഭൂമിധാതുക്കളിലേക്ക് US പ്രവേശനം അനുവദിക്കുന്നതിനും ഉക്രൈനായുള്ള പുനർനിർമ്മാണ ഫണ്ടിൽ US പങ്കാളിത്തത്തിനും അനുവദിക്കുന്ന ഈ കരാറിൽ തന്റെ ഭരണകൂടം സന്തുഷ്ടരാണെന്ന് ട്രംപ് പറഞ്ഞു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ചർച്ചകളിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞു. അതേസമയം തന്നെ റഷ്യൻ നേതാവിന് എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്ന കാര്യത്തിന് ഞാനിപ്പോൾ മറുപടി പറയാൻ തയ്യാറല്ല എന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ സംഘർഷം അവസാനിപ്പിക്കാൻ നാറ്റോയിൽ ചേരാനുള്ള ഉക്രൈന്റെ ആഗ്രഹത്തിന്മേൽ പ്രസിഡന്റ് കൈമലർത്തിയിട്ടുമുണ്ട്. അതിനിടെ റഷ്യ ഉക്രൈൻ സമാധാന പ്രക്രിയയിൽ പങ്കെടുക്കാൻ യൂറോപ്യൻ യൂണിയന്റെ ആക്രമണാത്മക നിലപാട് അവരെ യോഗ്യരാക്കുന്നില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. സംഘർഷം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പാശ്ചാത്യ ആഗ്രഹം അന്താരാഷ്ട്ര സമൂഹവുമായുള്ള അവരുടെ തന്നെ ബന്ധത്തെയാണ് ദോഷകരമായി ബാധിക്കുക എന്നും റഷ്യ മുന്നറിയിപ്പ് നൽകി. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിലെ ഉക്രൈൻ പിന്തുണക്കാരുടെ പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് അവർ സംഘർഷത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. മാത്രവുമല്ല, ഇതിനോടകം തന്നെ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ പരിഹാരം കാണാനുള്ള അവരുടെ അവകാശം നഷ്ടപ്പെടുകയും ചെയ്തു എന്നും റഷ്യൻ മന്ത്രാലയം പറഞ്ഞു. കൂടാതെ റഷ്യ ആവർത്തിച്ച് അസ്വീകാര്യമെന്ന് മുദ്രകുത്തിയ ഒരു കൂട്ടം ആവശ്യങ്ങളുടെയും വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിലാണ് സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ഉക്രൈന്റെ പദ്ധതിയായ സെലൻസ്കി സമാധാന ഫോർമുലയ്ക്ക് അന്താരാഷ്ട്ര പിന്തുണ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UN പൊതുസഭയിൽ സമർപ്പിച്ച 2 പ്രമേയങ്ങളും തയ്യാറാക്കിയതെന്നും റഷ്യൻ മന്ത്രാലയം പറഞ്ഞു. അതേസമയം റഷ്യയോട് ബുദ്ധിശൂന്യമായി മല്ലിടാൻ തന്നെയാണ് പാശ്ചാത്യ ശക്തികൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഉക്രൈനെ കൊണ്ട് കാര്യമൊന്നുമില്ലെന്ന് തീർച്ചയായിട്ടാണ് ഇപ്പോൾ റഷ്യൻ അതിർത്തിക്ക് സമീപം വടക്കൻ ഫിൻലൻഡിനെ കേന്ദ്രീകരിച്ച് നാറ്റോ വലിയ തോതിലുള്ള സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നത്. അമേരിക്കയിൽ നിന്നും 28 സഖ്യകക്ഷി പങ്കാളി രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ 5000-ലധികം സൈനികരാണ് അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. ഫീൽഡ് പീരങ്കികൾ ഉൾപ്പെടെ 130-ലധികം ആയുധ സംവിധാനങ്ങളും ഈ അഭ്യാസത്തിൽ ഉൾപ്പെടുന്നുണ്ട്. റഷ്യയുടെ അതിർത്തി മേഖലയിൽ നാറ്റോയുടെ സൈനിക സാന്നിധ്യവും സന്നദ്ധതയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കങ്ങളൊക്കെയും. നോർവേ, ഫിൻലൻഡ് എന്നീ പ്രദേശങ്ങളെയാണ് ഇത്തവണയും പരീക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സമീപ വർഷങ്ങളിലായി നോർവേയിലും ഫിൻലാൻഡിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നാറ്റോ സ്കാൻഡിനേവിയൻ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിൻലൻഡിലെ അഭ്യാസങ്ങൾക്ക് പുറമെ മേഖലയിലെ മറ്റ് ഭാഗങ്ങളിലും നാറ്റോ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് വടക്ക് കിഴക്കൻ എസ്തോണിയയിൽ റഷ്യൻ അതിർത്തിക്കടുത്ത് അമേരിക്ക, എസ്തോണിയ, ലാത്വിയ, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനികർ ഉൾപ്പെടുന്ന അഭ്യാസങ്ങൾ നിലവിൽ നടക്കുന്നുണ്ട്. അതുപോലെ പോളണ്ടിലെ റഷ്യൻ അതിർത്തിക്ക് സമീപവും 2500-ലധികം സൈനികരും 850 യൂണിറ്റ് സൈനിക ഉപകരണങ്ങളും ഉൾപ്പെടുന്ന സൈനിക അഭ്യാസങ്ങൾ ആരംഭിച്ചു. ആർട്ടിക് ഫോർജ് 2025 അഭ്യാസങ്ങൾ ഫെബ്രുവരി അവസാനം വരെ നീണ്ടു നിൽക്കുമെന്നാണ് വിവരം. കഠിനമായ കാലാവസ്ഥയിൽ സൈനികരുടെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുക എന്നതാണ് സൈനിക അഭ്യാസങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഉടൻ തന്നെ ഇതിലൊക്കെ ഒരു പരിഹാരം കാണാനാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പുതിയ വാർത്തയെ വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.